ഹായ് ഫ്രണ്ട്സ്, നിഫ്റ്റി അതിൻ്റെ 22,800 എന്ന ലെവല് തകർത്തുകൊണ്ട് ഇപ്പോൾ 22,500 ആ ഒരു റേഞ്ചിലേക്ക് പോവുകയാണ്. ഈ ഫെബ്രുവരി മാസം നിഫ്റ്റിയുടെ പോക്ക് ഇങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ 5 മാസം തുടർച്ചയായിട്ട് നെഗറ്റീവ് ക്ലോസിംഗ് ചെയ്യുന്ന രീതിയിലായിരിക്കും നിഫ്റ്റി ഉണ്ടാവുക. ഇത് നിഫ്റ്റിയുടെ ചരിത്രത്തിലെ ഒരു അപൂർവ സംഭവമായിരിക്കും. കാരണം ഇതിനു മുമ്പ് ഇങ്ങനെ നിഫ്റ്റിയിൽ സംഭവിച്ചത് 1996 ആ ജൂലൈ മാസം മുതൽ നവംബർ മാസം വരെ ഉണ്ടായ 5 മാസത്തെ തുടർച്ചയായ നെഗറ്റീവ് ക്ലോസിംഗ് ആണ്. അപ്പോൾ അതിനോട് സാമ്യമുള്ള ഒരു ചരിത്രമാണ് ഇപ്പോൾ ആവർത്തിക്കുന്നത്. അപ്പോൾ നിഫ്റ്റിയുടെ ഈ തുടർച്ചയായ ഫോളിനുള്ള കാരണങ്ങൾ നമ്മൾ ഓൾറെഡി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാരണങ്ങൾ തന്നെയാണ്. കൂടാതെ ഇപ്പോൾ ചൈനയിലേക്കും ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഒഴുക്കുണ്ട് എന്നാണ് പറയുന്നത്. കൂടാതെ അമേരിക്കയിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ഡാറ്റകൾ അത് റേറ്റ് കട്ടിൻ്റെ ഇനിയുള്ള സാധ്യതകൾ ഇല്ലാതാക്കുമെന്നും തുടങ്ങിയുള്ള കുറേ ആശങ്കകൾ ഓൾറെഡി ഗ്ലോബൽ മാർക്കറ്റ് നിലനിൽക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ ലോക്കൽ മാർക്കറ്റിൽ അത്തരം പ്രശ്നങ്ങളൊന്നും കാര്യമായിട്ടില്ല. പക്ഷേ ഗ്ലോബൽ മാർക്കറ്റാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് കൊച്ചിയിലെ ലുലു ബോൾഗാട്ടി ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ നടന്നു വരുന്ന കേരള ഗ്ലോബൽ സമിറ്റ് അഥവാ ആഗോള നിക്ഷേപ സംഗമം അത് സമാപിച്ചിരിക്കുകയാണ്. ഇപ്പോൾ സമാപന ദിനത്തിൽ ഇൻഡസ്ട്രീസ് മിനിസ്റ്റർ പി രാജീവ് പറഞ്ഞത് ഏകദേശം 1,53,000 കോടിയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനുള്ള താല്പര്യമാണ് വിവിധ ഡൊമസ്റ്റിക് ഗ്ലോബൽ മൾട്ടിനാഷണൽ കമ്പനികൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഇപ്പോൾ ഈ ഒരു സമിറ്റിൽ ഏകദേശം 375 കമ്പനികളാണ് കേരളത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യം പ്രകടിപ്പിച്ചത്. അവയിൽ 500 കോടിക്ക് മുകളിൽ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ താല്പര്യം പ്രകടിപ്പിച്ച 54 കമ്പനികളുണ്ട്. ഈ 54 കമ്പനികളിൽ ലിസ്റ്റഡ് കമ്പനികളും അൺലിസ്റ്റഡ് കമ്പനികളും ഉണ്ട്. അപ്പോൾ അവയിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത കമ്പനികളെ കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ വിശദമായിട്ട് പരാമർശിക്കുന്നത്. R4iലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഈ ഒരു ഗ്ലോബൽ സമിറ്റിൽ ഏറ്റവും വലിയ എമൗണ്ട് കേരളത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുള്ളത് അദാനി ഗ്രൂപ്പാണ്. 30,000 കോടിയുടെ ഒരു അനൗൺസ്മെൻ്റാണ് അവർ നടത്തിയിട്ടുള്ളത്. അടുത്ത 5 വർഷത്തിനകം പൂർത്തിയാകുന്ന വിധത്തിലുള്ള അദാനിയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത് 5,500 കോടിയോളം തിരുവനന്തപുരം എയർപോർട്ട് ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ടാണ്. അതുപോലെ 20,000 കോടി വിഴിഞ്ഞം പോർട്ട് ഡെവലപ്മെൻറ്റിന് വേണ്ടിയായിരിക്കും ഉപയോഗിക്കുക. അപ്പോൾ വിഴിഞ്ഞം പോർട്ട് ലോകത്തിലെ ഏറ്റവും വലിയ ട്രാൻസ്ഷിപ്മെൻറ്റ് പോർട്ടായിട്ട് മാറ്റുക എന്നുള്ളതാണ് അദാനിയുടെ ലക്ഷ്യം. അദാനി പോർട്ടിൻ്റെ മാനേജിംഗ് ഡയറക്ടറായിട്ടുള്ള കരൺ അദാനി ആണ് ഈ ഒരു ഗ്ലോബൽ സമിറ്റിൽ അദാനി ഗ്രൂപ്പിൻ്റെ പ്രതിനിധിയായിട്ട് പങ്കെടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട സ്റ്റോക്ക് തീർച്ചയായിട്ടും അദാനി പോർട്ടാണ്. അദാനി പോർട്ടിൻ്റെ കറണ്ട് പ്രൈസ് 1078 ഇത് അതിൻ്റെ ഹൈയിൽ നിന്നും 33% താഴോട്ടേക്ക് വന്ന സ്റ്റോക്കാണ്. അദാനി ഗ്രൂപ്പ് കഴിഞ്ഞാൽ രണ്ടാമത്തെ വലിയ തുക ഇൻവെസ്റ്റ്മെൻറ്റ് പ്രഖ്യാപിച്ച ലിസ്റ്റഡ് കമ്പനിയിൽപ്പെട്ടത് പ്രസ്റ്റീജ് ഗ്രൂപ്പാണ്. ഇപ്പോൾ ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടുള്ള ഈ പ്രസ്റ്റീജ് ഗ്രൂപ്പ് ഓൾറെഡി സൗത്ത് ഇന്ത്യയിൽ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു റിയൽ എസ്റ്റേറ്റ് ഡെവലപ്മെൻറ്റ് കമ്പനിയാണ്. ഇവർക്ക് ബാംഗ്ലൂർ, ചെന്നൈ, കൊച്ചി, കാലിക്കറ്റ്, ഹൈദരാബാദ്, മുംബൈ, ബാംഗ്ലൂർ, ഗോവ, മൈസൂർ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ റെസിഡൻഷ്യൽ കോളനികളും കമേഴ്ഷ്യൽ സ്പേസുകളും ഒക്കെ ഡെവലപ്പ് ചെയ്ത ഒരു ഗ്രൂപ്പാണ്. അപ്പോൾ ഇവരുടെ കേരളത്തിലെ ആദ്യത്തെ പ്രൊജക്റ്റ് കോഴിക്കോട് ഓൾറെഡി ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. അത് 1,200 കോടിയുടെ ഒരു പ്രൊജക്റ്റാണ്. പ്രസ്റ്റീജ് ഓഷ്യൻ പേൾ എന്ന് പറയുന്ന ഈ ഒരു പ്രൊജക്റ്റ് 2027 മെയ് ആകുമ്പോഴത്തേക്കും പൂർത്തീകരിക്കുമെന്നാണ് കമ്പനി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ പ്രസ്റ്റീജ് എസ്റ്റേറ്റ് പ്രൊജക്ട്സ് എന്ന് പറയുന്ന ഈ ഒരു സ്റ്റോക്ക് അതിൻ്റെ ഇപ്പോൾ കറണ്ട് പ്രൈസ് 1,185 52 വീക്ക് ഹൈയിൽ നിന്നും ഏകദേശം 42% താഴോട്ടേക്ക് ഈ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇൻവെസ്റ്റ് കേരളയിൽ പങ്കെടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട ഗ്രൂപ്പാണ് തെലങ്കാന ബേസ്ഡ് ആയിട്ടുള്ള കൃഷ്ണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് അഥവാ കിംസ് എന്ന് പറയുന്ന ഹോസ്പിറ്റൽ റിലേറ്റഡ് ആയിട്ടുള്ള കമ്പനി. ഇവർ 2,000 കോടിയുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റാണ് കേരളത്തിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അപ്പോൾ അടുത്ത 5 വർഷം കൊണ്ട് 3,000 ബെഡുകൾ ഉൾക്കൊള്ളുന്ന ആസ്പത്രികൾ സ്ഥാപിക്കാനാണ് കിംസ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ കിംസിന് തെലങ്കാനയിലും ആന്ധ്രാപ്രദേശിലും മഹാരാഷ്ട്രയിലും കേരളത്തിലും ഓൾറെഡി ഉണ്ട്. അതുപോലെ കർണാടകയിലും 16ഓളം ഹോസ്പിറ്റലുണ്ട്. അവിടെ ഏകദേശം 5,000-ലധികം ബെഡുകൾ ഓൾറെഡി അവൈലബിൾ ആണ്. ഇപ്പോൾ കേരളത്തിൽ ഇവർ കണ്ണൂരുള്ള ശ്രീചന്ദ് ഹോസ്പിറ്റൽ ഏറ്റെടുത്തുകൊണ്ട് കേരളത്തിൽ അവരെ പ്രസൻസ് ഉറപ്പിച്ചിട്ടുണ്ട്. കൂടാതെ തൃശ്ശൂരുള്ള വെസ്റ്റ് ഫോർട്ട് ഹോസ്പിറ്റലും ഇവർ ഓപ്പറേഷൻ മെയിൻ്റനൻസ് എന്നുള്ള രീതിയിൽ റൺ ചെയ്യുന്നുണ്ട്. ഇതുകൂടാതെയാണ് ഇപ്പോൾ പുതുതായിട്ട് 2,000 കോടിയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രഖ്യാപിച്ചുകൊണ്ട് കേരളത്തിലെ പല ജില്ലകളിലുമായിട്ടുള്ള ഹോസ്പിറ്റൽ സ്ഥാപിക്കുവാനുള്ള ഒരു അസറ്റ് ലൈറ്റ് മോഡൽ ഓപ്പറേഷനിലൂടെ നടപ്പിലാക്കാനാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. കിംസിൻ്റെ കറണ്ട് പ്രൈസ് 524 ഇതിൻ്റെ ഹൈയിൽ നിന്നും ഏകദേശം 22% കറക്റ്റ് ആയിട്ടാണ് ഇപ്പോൾ നമുക്ക് ഈ സ്റ്റോക്ക് കാണാൻ കഴിയുക. മറ്റൊരു സ്റ്റോക്ക് കേരളത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യം പ്രകടിപ്പിച്ചത് ഓൾറെഡി കേരളത്തിൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള FICT ആണ് അഥവാ ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽസ് ട്രാവൻകൂർ ലിമിറ്റഡ്. ഇതൊരു പ്രൈവറ്റ് കമ്പനിയായിട്ട് തുടങ്ങുകയും പിന്നീട് പബ്ലിക് ലിമിറ്റഡ് കമ്പനിയായിട്ട് മാറുകയും ചെയ്ത ഗവൺമെൻറ്റിന് വലിയ സ്റ്റേക്കുള്ള ഒരു കമ്പനിയാണ്. മിനിസ്ട്രി ഓഫ് കെമിക്കൽസ് ആൻഡ് ഫെർട്ടിലൈസേഴ്സ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കീഴിലാണ് ഈ സ്റ്റോക്ക് ഉള്ളത്. അപ്പോൾ ഇവർ അവരുടെ കേരളത്തിലുള്ള എക്സ്പാൻഷൻ്റെ ഭാഗമായിട്ടാണ്
പുതിയ കാപ്പക്സ് കേരളത്തിലേക്ക് ഇറക്കുന്നത്. ഈ സ്റ്റോക്കിൻ്റെ കറണ്ട് പ്രൈസ് ഇപ്പോൾ 720 ഹൈയിൽ നിന്നും ഏകദേശം 39% കറക്റ്റ് ചെയ്ത സ്റ്റോക്കാണ് FICT. അടുത്ത പ്രധാനപ്പെട്ട ഒരു ലിസ്റ്റഡ് കമ്പനി ഇൻവെസ്റ്റ്മെന്റ് താല്പര്യം പ്രകടിപ്പിച്ചത് ബ്രിഗേഡ് ഗ്രൂപ്പാണ്. ഈ ബ്രിഗേഡ് എന്റർപ്രൈസസ് എന്ന് പറഞ്ഞ ഈ ഒരു കമ്പനി റിയൽ എസ്റ്റേറ്റ് ബേസ്ഡ് ആയിട്ടുള്ള കമ്പനിയാണ്. പ്രത്യേകിച്ച് ബാംഗ്ലൂർ ബേസ്ഡ് തന്നെയാണ് ഈ കമ്പനി നിലകൊള്ളുന്നത്. അപ്പോൾ 1500 കോടിയുടെ ഒരു എക്സ്പാൻഷൻ പ്രൊജക്റ്റാണ് അവർ കേരളത്തിൽ ഇൻവെസ്റ്റ്മെന്റിലൂടെ കൊണ്ടുവരുന്നത്. അപ്പോൾ അവർ പറയുന്നത് ഏകദേശം 12,000 ആളുകൾക്ക് തൊഴിൽ ലഭിക്കുന്ന പ്രൊജക്റ്റ് ആയിരിക്കും ഇതെന്നാണ്. ഇപ്പോൾ ഇവരുടെ രണ്ടാമത്തെ വേൾഡ് ട്രേഡ് സെന്റർ കൊച്ചിയിൽ സ്ഥാപിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. കൂടാതെ ഇവർ കൊച്ചിയിൽ ഒരു റെസിഡൻഷ്യൽ പ്രൊജക്റ്റും അതുകൂടാതെ വൈക്കം എന്ന സ്ഥലത്ത് അവരുടെ ലക്ഷറി ഐലൻഡ് റിസോർട്ടും സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ 2030 ആകുമ്പോഴേക്കും കംപ്ലീറ്റ് ആകുന്ന രീതിയിലാണ് ഈ പ്രൊജക്റ്റിന്റെ പ്ലാൻ തയ്യാറായിട്ടുള്ളത്. ഇപ്പോൾ ഈ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്ന 1002 എന്ന പ്രൈസ് റേഞ്ചിലാണ്. അതിന്റെ ഹൈയിൽ നിന്ന് 31% ഈ സ്റ്റോക്ക് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. അടുത്ത ഒരു സ്റ്റോക്ക് നമുക്ക് കാണുന്നത് ആഡിടെക് സിസ്റ്റംസ് ആണ്. ഇലക്ട്രോണിക് സിസ്റ്റം ഇന്റഗ്രേറ്ററും അതുപോലെ ഇലക്ട്രോണിക് സെക്യൂരിറ്റി സിസ്റ്റം സൊല്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ആഡിടെക് സിസ്റ്റം പ്രഖ്യാപിച്ചിരിക്കുന്നത് കേരളത്തിൽ ഏകദേശം 1000 കോടിയുടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് താല്പര്യമാണ് അവർ പ്രകടിപ്പിച്ചിട്ടുള്ളത്. സോളാർ സെഗ്മെന്റിൽ നിന്നും ഏകദേശം 10% റവന്യൂ ക്രിയേറ്റ് ചെയ്യുന്ന ഈ ഒരു കമ്പനിക്ക് ഇവരുടെ പ്രധാനപ്പെട്ട റവന്യൂ ക്രിയേറ്റ് ചെയ്യുന്നത് ഇലക്ട്രോണിക് സർവൈലൻസ് സിസ്റ്റത്തിലൂടെയാണ്. അവിടെ അവർക്ക് 65% ഒരു റവന്യൂ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. കൂടാതെ CCTV ഓപ്പറേഷനിലൂടെ 22%. അങ്ങനെ ഒരു ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള സെക്യൂരിറ്റി സിസ്റ്റംസ് ആണ് ഇവരുടെ പ്രധാനപ്പെട്ട പ്രൊഡക്റ്റുകൾ. ഇപ്പോൾ 76 രൂപ റേഞ്ചിൽ ട്രേഡ് ചെയ്യുന്ന ഈ ഒരു സ്റ്റോക്ക് അതിൻ്റെ ഹൈയിൽ നിന്നും 57% കറക്റ്റ് ചെയ്ത ഒരു സ്റ്റോക്കാണ് എന്നുകൂടി ഓർക്കുക. അടുത്തത് പൊതുമേഖലാ സ്ഥാപനമായിട്ടുള്ള BPCL ആണ്. ഇവർ കേരള ഗവൺമെൻറ്റായിട്ട് ഒരു മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് അഥവാ MOU സൈൻ ചെയ്തിരിക്കുകയാണ്. പാലക്കാട് ടെർമിനൽ വികസനവുമായി ബന്ധപ്പെട്ടാണ് 880 കോടിയുടെ ഒരു പ്രൊജക്റ്റ് BPCL അനൗൺസ് ചെയ്തിരിക്കുന്നത്. കൊച്ചി റിഫൈനറിയുമായി ബന്ധപ്പെട്ടുള്ള അവരുടെ ഒരു സപ്ലൈ ചെയിൻ്റെ ഒരു എഫിഷ്യൻസി വർദ്ധിപ്പിക്കാനാണ് ഈ ഇൻവെസ്റ്റ്മെൻറ്റ് ഇവർ ഉപയോഗിക്കുക. BPCLന്റെ കറണ്ട് പ്രൈസ് 253 എന്ന റേഞ്ചിലാണ്. അതിൻ്റെ ഹൈയിൽ നിന്ന് 33% ഈ സ്റ്റോക്ക് ഇപ്പോൾ കറക്റ്റ് ചെയ്തിട്ടുണ്ട്. മറ്റൊരു സ്റ്റോക്ക് ആസ്റ്റർ DM ഹെൽത്ത് കെയർ ആണ്. ഇവർ 850 കോടിയുടെ ഒരു പ്രൊജക്റ്റാണ് കേരളത്തിലേക്ക് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുവഴി അവർ 4200-ലധികം എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പോൾ അവരുടെ ഒരു ബെഡ് കപ്പാസിറ്റി കേരളത്തിൽ 3453 ആയിട്ട് ഉയർത്താനാണ് അവരുടെ ഉദ്ദേശം. നിലവിൽ 2635 ബെഡ് ഫെസിലിറ്റി കേരളത്തിൽ അവർക്കുണ്ട്. അപ്പോൾ അവരുടെ റവന്യൂവിൻ്റെ ഏകദേശം 53% വരുന്നത് കേരളത്തിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ ഈ സ്റ്റോക്കിൻ്റെ കറണ്ട് പ്രൈസ് ഇപ്പോൾ 404 എന്ന ലെവലിലാണ്. അതിൻ്റെ ഹൈയിൽ നിന്നും 27% കറക്റ്റ് ചെയ്തിട്ടാണ് ഈ സ്റ്റോക്ക് നമുക്ക് കാണാൻ കഴിയുക. അടുത്തൊരു സ്റ്റോക്ക് ആർട്സൺ ലിമിറ്റഡ് ആണ്. ഇത് ടാറ്റയുടെ ഒരു സ്റ്റോക്കാണ്. ടാറ്റയ്ക്ക് മേജർ ഹോൾഡിംഗ് ഉള്ള ഒരു സ്റ്റോക്കാണിത്. ഇവർ മലബാർ സിമെൻറ്റുമായിട്ട് ഒരു ജോയിൻറ്റ് വെഞ്ചറിലൂടെയാണ് 500 കോടിയുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സമ്മിറ്റിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇപ്പോൾ മലബാർ സിമെൻറ്റിന് ഓൾറെഡി വെല്ലിംഗ്ടൺ ഐലൻഡിനുള്ള അവരുടെ ലാൻഡ് ഉപയോഗിച്ചുകൊണ്ട് ഇവരവിടെ ബോട്ട് നിർമ്മാണ യൂണിറ്റുകളാണ് സ്ഥാപിക്കുന്നത്. അപ്പോൾ ഇനീഷ്യലി 100 കോടിയിൽ തുടങ്ങുന്ന പ്രൊജക്റ്റ് ഏകദേശം 500 കോടിയോളം രൂപ ചെലവഴിക്കുന്ന രീതിയിലുള്ള ഒരു പ്ലാനാണ് ഇവർ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഈ സ്റ്റോക്കിൻ്റെ കറണ്ട് പ്രൈസ് 160 ഹൈയിൽ നിന്നും ഏകദേശം 27% കറക്റ്റ് ആയിട്ടാണ് നമുക്ക് ആർട്സൺ എഞ്ചിനീയറിംഗ് എന്നുള്ള ഈ സ്റ്റോക്ക് നമുക്ക് കാണാൻ കഴിയുക. ഏറ്റവും അവസാനമായിട്ട് നമ്മൾ കാണുന്നത് കെയ്ൻസ് ടെക്നോളജി ലിമിറ്റഡ് ആണ്. ഇവർ ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഇലക്ട്രോണിക് സിസ്റ്റം ഡിസൈൻ ചെയ്യുകയും മാനുഫാക്ചറിങ് ചെയ്യുകയും ചെയ്യുന്ന കമ്പനിയാണ്. ഇവർ 500 കോടിയുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഒരു താല്പര്യമാണ് കേരളത്തിൽ പ്രകടിപ്പിച്ചിട്ടുള്ളത്. ഇവർ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് തിരുവനന്തപുരത്ത് ഒരു ഡെവലപ്മെൻറ്റ് സെൻറ്റർ സ്ഥാപിക്കാനാണ്. അതിലൂടെ ഇവർ ലക്ഷ്യമിടുന്നത് ഇലക്ട്രോ മെക്കാനിക്കൽ അസംബ്ലീസ്, ഇലക്ട്രോണിക് മാനുഫാക്ചറിങ് സർവീസസ്, പ്രത്യേകിച്ച് എയറോസ്പേസ്, ഔട്ടർ സ്പേസ്, ഡിഫൻസ്, റോബോട്ടിക്സ്, AI, അതുപോലെ മെഡിക്കൽ ഇലക്ട്രോണിക്സ്, ടെലികോം ഇലക്ട്രോണിക്സ് തുടങ്ങിയ സെക്ടറിലൊക്കെയുള്ള ഇത്തരം പ്രൊഡക്റ്റുകൾ സ്ഥാപിക്കാനാണ് ഈ സെൻറ്ററിലൂടെ അവർ ലക്ഷ്യമിടുന്നത്. കൂടാതെ ഇവർ മധ്യ കേരളത്തിൽ ഒരു സെൻട്രൽ ക്യാമ്പസും ഇവർ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അവിടെ അവർ PC ബോർഡുകളുടെ ഒരു നിർമ്മാണ യൂണിറ്റാണ് ഉദ്ദേശിക്കുന്നത്. ഈ സ്റ്റോക്കിൻ്റെ കറണ്ട് പ്രൈസ് ഇപ്പോൾ 4352 എന്ന ലെവലിലാണ് കാണുക. അതിൻ്റെ ഹൈയിൽ നിന്നും 44% കറക്റ്റ് ചെയ്ത സ്റ്റോക്കാണ് കെയ്ൻസ് ടെക്നോളജി. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട 10 സ്റ്റോക്കുകൾ. നമുക്ക് ഏകദേശം 500 കോടിയിൽ പരം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത ലിസ്റ്റഡ് കമ്പനി, ലിസ്റ്റഡ് അല്ലാത്ത ധാരാളം MNCകൾ നമുക്ക് ഈ സമ്മിറ്റിൽ കാണാൻ പറ്റും. അപ്പോൾ അത് നമ്മുടെ വിഷയമല്ലാത്തതുകൊണ്ട് ഇവിടെ പരാമർശിക്കുന്നില്ല. ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളും അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.